സർവ്വസാധാരണയായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്. അതെ, എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു രോഗം തന്നെയാണ് കൊളസ്ട്രോൾ. അപ്പൊ ഇത് ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും തന്നെ ആൾക്കാരുടെ ഒരു വിചാരം ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സാധനമാണ്, ശരീരത്തിന് ഒട്ടും ആവശ്യമില്ലാത്ത സാധനമാണെന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതൊരു നിശ്ചിത അളവിൽ നമ്മുടെ ശരീരത്തിൽ വേണം. നമ്മുടെ ശരീരത്തിൽ കോശങ്ങളുടെ പുനരുൽപാദനത്തിന്, അതുപോലെ തന്നെ ഒട്ടുമിക്ക ഹോർമോണുകളുടെയും ഉൽപാദനത്തിന്, അതിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന്, അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പല പദാർത്ഥങ്ങളും ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യുന്നതിന്, പിന്നെ വൈറ്റമിൻ ഡി അതിന്റെ ഉൽപാദനത്തിന്, സൺലൈറ്റിൽ നിന്നും കിട്ടുന്ന ഒരു എനർജി കൊണ്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇതിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഈ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിന് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ്, കൊളസ്ട്രോൾ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷെ ഇതൊരു ആവശ്യമായിട്ടുള്ള അളവിൽ കൂടി കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും നമ്മുടെ ഡെത്തിന് വരെ, മരണത്തിന് വരെ കാരണമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ഭയക്കുന്നത്. അപ്പൊ ഇതിന്റെ നോർമൽ വാല്യൂസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ വഴിയാണ്. അപ്പൊ ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോട്ടൽ കൊളസ്ട്രോൾ ആണ്. പിന്നെ HDL എന്നുള്ള ഒരു അളവ് കാണാം, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ് കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തില് ഈ ഒരു ഫാറ്റ്, കൊഴുപ്പിനെ സ്റ്റോർ ചെയ്യുന്നത് ലിവറിലാണ്, നമ്മുടെ കരളിലാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പിനെ മൊത്തം ലിവറിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കൊളസ്ട്രോളിന്റെ പാർട്ടിനെയാണ് നമ്മൾ HDL എന്ന് പറയുന്നത്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കൊളസ്ട്രോൾ ആണ്. പിന്നെ ഉള്ളത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. അപ്പൊ ഇതിന്റെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരീരത്തിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലിവറിലുള്ള കൊളസ്ട്രോളിനെ എടുത്ത് നമ്മുടെ മറ്റ് അവയവങ്ങളിലേക്ക്, അതുപോലെ തന്നെ രക്തധമനികളിലേക്കൊക്കെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ രക്തധമനികളിലൊക്കെ കൊളസ്ട്രോൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് വഴി ബ്ലോക്ക് ഉണ്ടാവാം, ഇത് രക്തധമനികൾ ചുരുങ്ങി പോകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു നോർമൽ ലെവലിലും കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ടൈമാണ് VLDL, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതും ഒരു ചീത്ത കൊളസ്ട്രോൾ ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലിവറിൽ ഇരിക്കുന്ന കൊളസ്ട്രോളിനെ കൊണ്ടുപോയി നമ്മുടെ തൊലിക്കടിയിൽ ഉള്ള ഒരു ടിഷ്യൂവിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കും. അതുമൂലം നമുക്ക് കൊഴുപ്പ് കൂടാൻ, അതായത് സെൻട്രൽ ഒബേസിറ്റി, അതായത് കുടവയറ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ശരീരത്തൊക്കെ കൊഴുപ്പ് കൂടിയിട്ട് ശരീരത്തിൽ ഈ ഡബിൾ ചിൻ പോലെയുള്ള ബുദ്ധിമുട്ട് വരുന്നു. അതുപോലെ തന്നെ ശരീരം എല്ലാം ഒരു ഫാറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു തടിച്ച പോലെ ആകാനും ഒക്കെ ആയിട്ട് ഇത് കാരണമാണ്. VLDL നമ്മുടെ ശരീരത്തിൽ ദോഷമാണ്. പിന്നെയുള്ളത് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ട്രൈഗ്ലിസറൈഡ്സും അത്ര നല്ല കൊഴുപ്പല്ല. ഇതും ശരീരത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ലിപ്പിഡ് പ്രൊഫൈൽ വഴി എങ്ങനെ നമുക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം? അപ്പൊ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം കാണുന്നത് ടോട്ടൽ കൊളസ്ട്രോളിന്റെ വാല്യൂ ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലും താഴെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ ആണ് അയാളുടെ ശരീരത്തിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇപ്പൊ ഒരു 240 വരെയൊക്കെ ആയാലും അതൊരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരളവിലാണ് എന്നുള്ളത് ആണ്. അത് അത്രയും റിസ്ക് ഉണ്ടാക്കുന്നില്ല. പക്ഷെ 240ലും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ നില ഒരു അപകടകരമായ രീതിയിലേക്കാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മുടെ മറ്റ് പല അവയവങ്ങളിലേക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രക്തധമനികളിലൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ട് രക്തസമ്മർദ്ദം ഉണ്ടാവാനും, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക്, അതുപോലെ തന്നെ സ്ട്രോക്കിലേക്കൊക്കെ എത്തപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അടുത്തത് LDL ആണ്. LDLന്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഏറ്റവും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 60 എങ്കിലും ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ 40 തൊട്ട് 60 എന്നുള്ളതാണ് അതിന്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ശരിയായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ 60ൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയേറെ ദോഷകരമായിട്ടുള്ള ഒരു അഫക്റ്റ് ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ എപ്പോഴും 60ൽ അല്ലെങ്കിൽ 40ൽ കുറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്, LDLന്റെ വാല്യൂ 40ൽ കുറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടുത്തതാണ് HDL. നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് കൊളസ്ട്രോൾ ആണ്. ഇതിന്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് 45 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും ആകാം. അപ്പൊ 45 എങ്കിലും വേണം. അതേ താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാള് ഹെൽത്തി അല്ല.
അയാള് ഭാവിയിലേക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാഹചര്യമുണ്ട്. അപ്പൊ അത് എത്രയും വേഗം കൺട്രോളിലേക്ക് കൊണ്ടുവരണം. HDL-ന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരണം. ഭക്ഷണത്തിൽ കൂടി, അതുപോലെ തന്നെ എക്സസൈസിൽ കൂടി, അതുപോലെ തന്നെ മെഡിക്കേഷൻസിൽ കൂടി എല്ലാം ഈ ഒരു HDL-ന്റെ അളവ് കൂട്ടിക്കൊണ്ട് വരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ട്രൈഗ്ലിസറൈഡ്സിന്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 150-ൽ താഴെയാണ്. അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ശരീരത്തിൽ അനവധി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ റേഞ്ച് കൃത്യമാക്കി വെക്കാൻ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? കൊളസ്ട്രോൾ ഉയരാനായിട്ട് അനവധി കാരണങ്ങളുണ്ട്. പാരമ്പര്യമായിട്ട് ഒരു ഘടകമുണ്ട്. അപ്പൊ നമ്മുടെ പേരൻസിന് ഒക്കെ ഒരു ഹൈ കൊളസ്ട്രോൾ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വരാനുള്ള സാധ്യതയുണ്ട്. പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹൈ കൊളസ്ട്രോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ അതിന്റെ ഒരു പ്രിക്കോഷൻസ് എടുത്ത് തുടങ്ങേണ്ടതാണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നമ്മളുടെ ഭക്ഷണ കാര്യത്തിലും അതുപോലെ തന്നെ എക്സസൈസിലുമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പം കൊളസ്ട്രോൾ കൂട്ടാൻ അല്ലെങ്കിൽ LDL-ന്റെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ HDL-ന്റെ അളവ് കുറയ്ക്കാനും കാരണമാകുന്ന പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ബേക്കറി പലഹാരങ്ങൾ, ഇപ്പൊ ബേക്കറിയിൽ നമ്മൾ ചില പാക്കറ്റ് ഫുഡ്സ് ഒക്കെ മേടിക്കും. അപ്പൊ അതിൽ ഒരു മെയിൻ കണ്ടന്റ് ആണ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി നമുക്ക് LDL-ന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടാനും ഭാവിയിൽ കൊളസ്ട്രോൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ HDL കുറയാനും സാധ്യതയുണ്ട്. പിന്നെ അമിത എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത് തന്നെ ഒരു എഫക്റ്റ് ആണ് നമുക്ക് സംഭവിക്കുന്നത്. പിന്നെ റെഡ് മീറ്റ്, പോർക്കിന്റെ അല്ലെങ്കിൽ ബീഫിന്റെ, മട്ടന്റെ ഒക്കെ അമിത ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ഈ ഒരു LDL-ന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. പിന്നെ എണ്ണ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഈ ഒരു ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകാനായിട്ട്, ഹൈ കൊളസ്ട്രോൾ ഉണ്ടാകാനായിട്ട് കാണാറുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മെയിനായിട്ട് അരിയാഹാരത്തിൽ കൂടിയാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത്. അതുകൂടാതെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പോലെയുള്ള ഭക്ഷണത്തിലും സ്റ്റാർച്ച് അല്ലെങ്കിൽ ഈ അന്നജം അമിതമായിട്ടുള്ള അളവിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മധുര പലഹാരങ്ങളിൽ, ചായയിലും കാപ്പിയിലും ഒക്കെ ചേർത്ത് കഴിക്കുന്ന പഞ്ചസാരയില്, ശർക്കരയില്, അതുപോലെ തന്നെ തേനില് എല്ലാം ഈ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ അമിതമായിട്ട് കഴിക്കുക വഴി കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലെത്തും. നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള എനർജി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഫാറ്റായിട്ടാണ്, കൊഴുപ്പായിട്ടാണ്. അപ്പൊ ഇത്തരത്തില് അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അന്നജം കൂടിയ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കേണ്ടത് ഒരു ആവശ്യകാര്യം തന്നെയാണ്. പിന്നെ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം പച്ചക്കറികളിൽ വെജിറ്റബിൾ ഓയിൽ ഉണ്ട്. പക്ഷെ അതിലുള്ള കൊഴുപ്പ് HDL ആണ്. അത് നമ്മളുടെ ഒരു കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ചെറിയ മത്സ്യങ്ങളിൽ മത്തി, ചൂര, അയല, ചൂട, നത്തോലി പോലെയുള്ള മത്സ്യങ്ങളിലൊക്കെ വൈറ്റമിൻ ഈ ഒരു omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും നമ്മുടെ ശരീരത്തിൽ HDL-ന്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നട്ട്സ്, കാഷ്യൂ നട്ട്, ബദാം, പിന്നെ ചിയാ സീഡ്സ്, ചണവിത്ത് പോലെയുള്ള നട്ട്സ് ഒക്കെ കഴിക്കുന്നതും HDL നമ്മുടെ ശരീരത്തിൽ കൂടാൻ സഹായിക്കുന്നു. പലതരത്തിലുള്ള പഴങ്ങൾ കഴിക്കുക വഴി നമുക്ക് ഈ ഒരു കൊളസ്ട്രോളിന്റെ അളവിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഉള്ളി. അത് വെളുത്തുള്ളി ആയാലും ചുവന്നുള്ളി ആയാലും പച്ചയ്ക്ക് വെറുതെ ചവച്ചരച്ച് കഴിക്കുന്നത് നമ്മുടെ ഒരു കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ചെയ്യേണ്ടത് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പം ഡെയിലി ഒരു 30 മിനിറ്റ് നമ്മുടെ ശരീരം നല്ല രീതിയിൽ വേർക്കുന്ന തരത്തിലുള്ള എക്സസൈസുകൾ, അപ്പൊ സ്വിമ്മിങ്, വാക്കിങ്, ജോഗിങ്, ഡാൻസിങ്, ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എന്ത് ചെയ്താലും നല്ല രീതിയിൽ ശരീരം വേർക്കുന്നത് ഒരു ഉറപ്പുവരുത്തുക. അതുകൂടാതെ ഇനി നമുക്ക് ഈ ഒരു രീതിയിലല്ലാതെ അപ്പോൾ ഒരു 240
ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ കൊളസ്ട്രോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 2 ഡയറ്റും അല്ലെങ്കിൽ എക്സസൈസും കൊണ്ട് നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷെ അതിലേക്ക് ഉയർന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചു കൊണ്ടുവരാനും കൺട്രോളിൽ നിർത്താനും നമുക്ക് ഹോമിയോപ്പതിയിൽ മെഡിസിൻസും അവൈലബിൾ ആണ്.